ഇത് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI ഭരിക്കുന്ന സമയത്ത് സീസൺ കലോത്സവത്തിന് പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിൽ യൂണിവേഴ്സിറ്റി അറിയാതെ അന്ന് പണപ്പിരിവ് നടത്തിയതാണ്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പങ്കെടുക്കുന്ന കോളേജുകളിൽ നിന്നും 1000 രൂപ വീതം വേണമെന്ന് പറഞ്ഞ് നിർബന്ധിത പിരിവ് നടത്തിയതാണ്. ഇതിനെതിരെ അന്ന് തന്നെ നമ്മൾ സമരം ചെയ്യുകയും നിങ്ങളെല്ലാ മാധ്യമങ്ങളെ വാർത്ത കൊടുക്കുകയും അതിൽ തെറ്റുപറ്റിയെന്ന് SFI തന്നെ സമ്മതിക്കുകയും ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു രൂപ പോലും ഈ യൂണിയൻ കളക്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂണിയൻ കളക്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന തുക തന്നെ ഉപയോഗിച്ച് ഭംഗിയായി നടത്താൻ കഴിയും എന്ന ഞങ്ങളുടെ ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. നമുക്കറിയാം 5 സോണൽ കലോത്സവങ്ങളാണ് സർവകലാശാല കീഴിലുള്ളത്. ഈ 5 സോണൽ കലോത്സവങ്ങളിൽ 3ഇടത്ത് SFIയുടെ പ്രതിനിധികളാണ് വിജയിച്ചത്. ആ 3ഇടത്ത് അവർ കൂടി അനുവദിക്കുന്ന രൂപത്തിൽ ഇത് യൂണിയൻ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സാണ്. ഈ മിനിറ്റ്സിൽ SFIയുടെ പ്രതിനിധികളായ യൂണിയൻ മെമ്പർമാർ അഭിനന്ദ് പങ്കെടുത്തു, സായുജ് പങ്കെടുത്തു, ജിജോ ജോർജ് പങ്കെടുത്തു. നമ്മൾ പത്രത്തിൽ പരസ്യം നൽകി എവിടെ വെച്ച് നടത്തണം, കോളേജുകൾക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. എല്ലാ കോളേജുകളും അപേക്ഷിച്ചതിൽ നിന്ന് ഈ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം കോളേജുകളെ തിരഞ്ഞെടുത്തു. തീയതികൾ അതത് കൺവീനർമാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡി സോൺ നടന്നത് തൃശ്ശൂരിലാണെങ്കിൽ തൃശ്ശൂരിൽ ജയിച്ച SFIയുടെ പ്രതിനിധിയായിട്ടുള്ള സായുജ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്ന ഡേറ്റിനാണ് ഇത് തീരുമാനമെടുത്തത്. സായുജ് തന്നെ സൈൻ ചെയ്ത മിനിറ്റ്സിൻ്റെ കോപ്പിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. എന്ന് വെച്ചാൽ ഒരു വിജയിച്ച പ്രതിപക്ഷം അംഗമാണെങ്കിൽ പോലും വിജയിച്ചൊരു പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ പരിധിയിൽ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി താല്പര്യമുള്ള കോളേജിൽ അവർ അപേക്ഷിച്ചതിന് ശേഷം തിരഞ്ഞെടുത്ത് അദ്ദേഹം കൂടി അനുവദിക്കപ്പെടുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു തീയതിയിൽ അത് നടത്തുകയും അതിൻ്റെ പൂർണ്ണമായ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ പേര് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണം കാണിച്ചിരുന്നുവെങ്കിൽ പോലും ഞങ്ങൾ അദ്ദേഹത്തെ കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഈ യൂണിയൻ അതിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെ നിലനിർത്തിയത്. അപ്പം നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടന്ന കാർണിവലിൽ SFI ആ കാർണിവൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു കണ്ടപ്പോൾ ക്രൂരമായ രൂപത്തിലേക്ക് അത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി, അക്രമങ്ങൾ നടത്തി. അവിടെ വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്തെല്ലാം പൂർണ്ണമായി സംയമനം പാലിച്ച് 3 ദിവസത്തെ പരിപാടി പൂർത്തീകരിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ സംയമനം പാലിച്ചാണ് നമ്മളെല്ലാവരും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. കാരണം യൂണിയൻ്റെ ഒരു പരിപാടി, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു, എല്ലാവരും ഏറ്റെടുക്കുന്നു, ജനകീയമായൊരു പരിപാടിയായി മാറുന്നു. അതിൽ അസൂയ പൂണ്ട് SFIയുടെ പ്രതിനിധികൾ നിരന്തരമായി അക്രമം അഴിച്ചുവിടാനുണ്ടായത്. ആ അക്രമം അഴിച്ചുവിട്ടുവെന്ന് മാത്രമല്ല, ആ ക്യാമ്പസിൽ പഠിക്കുന്ന SFIയുടെ ഒരു സംസ്ഥാന ഭാരവാഹി, ആ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള കോഴിക്കോട്ടുകാരനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് പുറത്തു വന്നു. ആ വോയിസിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിപാടിയൊക്കെ വിദ്യാർത്ഥികൾ വലിയ രൂപത്തിൽ ഏറ്റെടുക്കുകയാണ്, അതുകൊണ്ട് അത് തകർക്കണം, അത് തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെതിരായ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. അതിന്റെ പോസ്റ്ററും റീൽസും സാധനങ്ങളൊക്കെ ഇറക്കി മെല്ലെ അതിനെ ടോപ്പാക്കിയിട്ട് കുട്ടികളുടെ ഇടയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അങ്ങനെ ഇപ്പോൾ ഈ ഒരു വീക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇലക്ഷനൊക്കെ ആകുമ്പോൾ അത് പറയാതെ തന്നെ കുട്ടികൾക്ക് മനസ്സിലുണ്ടാവില്ല. അത് സമ്മതിക്കരുത്. അവരതിനെപ്പം ടോപ്പാക്കുന്നോ അപ്പം നമ്മളതിനെ ചടപ്പിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരുപാട് വോയിസുകളുണ്ട്. ഞാൻ ഒരു വോയിസ് മാത്രം കാണിച്ചത്, ഒരു വോയിസ് മാത്രം സമയപരിമിതി കൊണ്ട് പ്ലേ ചെയ്തതാണ്. അപ്പോൾ കാർണിവൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. എന്നിട്ടോ അത് വിദ്യാർത്ഥികൾ ഏറ്റെടുക്കാത്ത വിധം അതിനെ നെഗറ്റീവ് ഉണ്ടാക്കണമെന്ന് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥിയായ കോഴിക്കോട്ട് കൊടുവള്ളി സ്വദേശിയായ ആ നേതാവ് പരസ്യമായി അവരുടെ ഗ്രൂപ്പിലിടുകയാണ്. ഇത് SFIക്കാർ തന്നെ ഞങ്ങൾക്ക് തന്നതാണ്. കാരണം അവർക്ക് തന്നെ അവരുടെ ഗ്രൂപ്പിലിട്ട വോയിസ് അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവർ പോലും ആസ്വദിച്ച് അവരെയൊക്കെ ഉൾക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടി അത് തകർക്കാൻ വേണ്ടി SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ ആസൂത്രിതമായി നേതൃത്വം കൊടുക്കുന്നുവെന്നാണ് ഈ വോയിസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അന്ന് രാത്രി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കോപ്പിയാണിത്. അതിൽ അദ്ദേഹം പറയുന്നത് അവിടെ DSC ഓഫീസ് എന്തോ അതിക്രമം നടന്നു. ആ DSC ഓഫീസിൽ ഒരു അതിക്രമവും നടന്നില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ ആക്രമിച്ചിട്ട് DSC ഓഫീസിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ച ആളുകളെ പിടികൂടണമെന്ന് പറഞ്ഞ് പോലീസിന് മുൻപിലേക്ക് ഞങ്ങൾ എത്തി. അവിടുത്തെ സംഘാടകരെത്തി. പോലീസ് നിഷ്ക്രിയമായി നിന്നപ്പോൾ സ്വാഭാവികമായി അവിടെ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി. അതിൽ യൂണിയൻ ഓഫീസിൻ്റെ വാതിലിന് 1-2 തവണ വിദ്യാർത്ഥികൾ ചവിട്ടി. അതിന് വിഷ്വൽ പൂർണ്ണമായി ലഭ്യമാണ്. വാതിലിനൊന്നും സംഭവിച്ചിട്ടില്ല, യൂണിയൻ ഓഫീസിനൊന്നും സംഭവിച്ചിട്ടില്ല. അകത്തുള്ള അക്രമികളായിട്ടുള്ള SFIയുടെ നേതാക്കന്മാർ അവർ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്, അവർ പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. എന്നിട്ടും ആസൂത്രിതമായി അവിടെ എന്തൊക്കെയോ നടന്നു എന്ന് വരുത്തി തീർക്കാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഈ മഹാൻ
ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിൽ പറയുന്നത് ഇനി ഞങ്ങൾ തിരിച്ചടിക്കും, തിരിച്ചു കിട്ടുമ്പോൾ കിടന്ന് മോങ്ങാനും SFIയുടെ ഫാസം എന്ന് നിലവിളിക്കാനും MSFകാർ പിന്നെ തന്നെ കാണണം എന്ന് ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. ഈ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കകം സർവകലാശാല ക്യാമ്പസിനകത്ത് വലിയ കലാപം നടത്തുകയാണ്. ആ കലാപം വലിയ രൂപത്തിൽ അക്രമം. യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയെ സഫ്വാൻ പത്തിലിനെ ആക്രമിക്കപ്പെട്ടു. അതിന് തൊട്ട് പിറകെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആക്രമിക്കപ്പെട്ടു. അവിടുത്തെ നിരവധിയായ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിറകെ SFIയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അതിവ്യാപകമായ അക്രമം അഴിച്ചുവിട്ടു. അതിന് തൊട്ട് പിറകിൽ പിറ്റേ ദിവസം അക്രമമൊക്കെ നടത്തിയിട്ട് ഇത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കോഴിക്കോട്ടുകാരനായ ആ ക്യാമ്പസിനകത്ത് ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ വ്യക്തി അവിടുത്തെ വിദ്യാർത്ഥികളുടെ കോമൺ ഗ്രൂപ്പിനകത്തൊരു ഒരു ടെക്സ്റ്റ് ഇടുകയാണ്. ഈ DSC ഓഫീസ് തകർത്ത MSFന്റെ കുട്ടികളെ SFIയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിക്കുമെന്ന് പറയുക, എന്നിട്ട് ഈ പറയുന്ന പിന്നെ SFIയുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുക, എന്നിട്ട് അദ്ദേഹം തന്നെ ആക്രമിച്ചു എന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞ് ഏകദേശം രാവിലെ 10 മണിയായപ്പോൾ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് പരിക്ക് പറ്റിയ ചിത്രമെടുത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം, ആ സംസ്ഥാന കമ്മിറ്റി അംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. ചെസ് നമ്പർ 1 ഓൺ ദി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കപ്പെട്ട ക്രൂരമായി ഹോസ്റ്റലിൽ വെച്ച് ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിയുടെ പരിക്കു പറ്റിയ ചിത്രമെടുത്ത് മലപ്പുറം ജില്ലക്കാരനായ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഒരു സംസ്ഥാന ഭാരവാഹി അദ്ദേഹം വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാണ്. അതും കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു ആഘോഷ ചിത്രമിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന ദ്വയാർത്ഥത്തിൽ ഒരു പോസ്റ്റ് ഇടാണ്. എന്ന് വെച്ചാൽ ഒരു സംഘടനയുടെ നേതാക്കന്മാർ മുഴുവൻ പരസ്യമായി ആക്രമിക്കുകയും അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്ന ഏറ്റവും മോശമായ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്ക് ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു പ്രവണത ഇവിടെ പിന്നെ കൂട്ടത്തിൽ ഉണ്ടാവുകയാണ്. അടിമുടി ഒരു ക്രിമിനൽ സംഘം, സംസ്ഥാന സെക്രട്ടറി മുതൽ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ ഒരു ക്രിമിനൽ സംഘം. സംസ്ഥാന സെക്രട്ടറി തലേ ദിവസം ഞങ്ങൾ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുക, തൊട്ടു ദിവസം രാത്രി മുതൽ മറ്റൊരു കോഴിക്കോട്ടുകാരനായ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുക, എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുക. മലപ്പുറം ജില്ലക്കാരനായ സംസ്ഥാന കമ്മിറ്റി അംഗം മർദ്ദിക്കപ്പെട്ട് പരിക്കു പറ്റി പിന്നെ പോലീസിൽ പരാതി നൽകിയ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞങ്ങൾ ചെസ് നമ്പർ 1 ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക. അത് കഴിഞ്ഞിട്ട് ആഘോഷ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് ഞങ്ങൾ തല്ലിയതിൻ്റെ സന്തോഷം സംസ്ഥാന SFIയുടെ സെക്രട്ടറി തന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുക.